ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഈ കൂമ്പാള വെച്ച് ചെയ്തെടുക്കാം. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് പാളയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കമൻറ്റൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആദ്യം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഇത് വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. കൂമ്പാള ആയതുകൊണ്ട് ഇത് കുറച്ച് കട്ടിയൊക്കെ കുറവാണ്, കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഇത് വെച്ച് സ്നേക്ക് പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ പല വലിപ്പങ്ങളിലുള്ള കുറേ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിൽ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്കിതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഇനി വൈറ്റ് കളർ പെയിൻറ് ഇതുപോലെ കൊടുത്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ ഇലയുടെ രണ്ട് സൈഡിലും പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ അരികു വശത്തൂടെ യെല്ലോ കളർ പെയിൻറ് കൊടുത്തെടുക്കണം. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഇലയുടെ രണ്ട് സൈഡിലും യെല്ലോ കളർ പെയിൻറ് ഇതുപോലെ നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല വലുപ്പങ്ങളിലുള്ള ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാള വെച്ച് ഇത്ര ഇലകളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ഓരോ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെറിയ ഇലകൾ നോക്കി വേണം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ ഈ നൂല് വെച്ച് അതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ കുഞ്ഞു പ്ലാന്റ് ഈ ഒരു പോട്ടിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിനി ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഈ തെർമോക്കോൾ ബാൾസ് എല്ലാം നമ്മൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.